Hi, my dear students. Today you are going to listen the Malayalam explanation of Class 9 English NCRT Beehive textbook Unit 10 Kathmandu written by Vikram Seth. അപ്പൊ കാഠ്മണ്ഡു എന്ന് പറയുന്ന പ്ലേസ് അത് നേപ്പാളിന്റെ ക്യാപിറ്റൽ ആണ്. ഓക്കെ, കാഠ്മണ്ഡു ഇസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് നേപ്പാൾ. ബിഫോർ യു റീഡ്, ഡു യു ലൈക്ക് ട്രാവലിംഗ്? നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടമാണോ? The writer Vikram Seth enjoys it very much. നമ്മുടെ റൈറ്ററിന്റെ പേരെന്താണ്? വിക്രം സേത്ത് ആണ്. അദ്ദേഹം ട്രാവലിംഗ് കുറെ എൻജോയ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇൻ ഹിസ് ബുക്ക് ഹെവൻ ലേക്ക്, അപ്പൊ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഹെവൻ ലേക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക്. ഹി ഡിസ്ക്രൈബ്സ് എ ലോങ് ജേർണി ഫ്രം ചൈന ടു ഇന്ത്യ വിയ ടിബറ്റ് ആൻഡ് നേപ്പാൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്കായ ഹെവൻ ലേക്കിൽ അദ്ദേഹം എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരു വലിയ ജേർണി, എവിടെ നിന്ന് എവിടം വരെയുള്ള ജേർണിയാണ്? ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഒരു ജേർണി, അതും ടിബറ്റും നേപ്പാളും വഴിയുള്ള ഒരു ജേർണിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അതിന് ചുറ്റും കാണുന്ന സ്ഥലങ്ങള്, അതിന്റെയൊക്കെ പ്രത്യേകതകള്, അദ്ദേഹത്തിന് എന്തൊക്കെ ഫീൽ ചെയ്യുന്നു, അതെല്ലാമാണ് ഈ ഹെവൻ ലേക്ക് എന്ന് പറയുന്ന ബുക്കിൽ ഉള്ളത്. അതിന്റെ ഒരു ചെറിയ പോർഷൻ ആണ് കാഠ്മണ്ഡു എന്ന് പറയുന്ന നമ്മുടെ ലെസൺ. ഓക്കെ, ഹെവൻ ലേക്ക് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ചെറിയൊരു പോർഷൻ ആണ് കാഠ്മണ്ഡു. Have you heard of places like Ajmer Sharif, Madurai, Sanchi, Varanasi, Sarnath or Halebit? ഈ പ്ലേസുകളെല്ലാം ഈ റിലീജിയസ് പ്ലേസസ് ആണ്. അജ്മർ ഷെരീഫിൽ ദർഗയുണ്ട്, സാഞ്ചിയിൽ നിങ്ങൾക്കറിയാം സാഞ്ചി സ്തൂപ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള റിലീജിയസ് പ്ലേസസ് ആണ് ഇതെല്ലാം. Can you name some other places like these? ഇതുപോലെയുള്ള വേറെ ഏതെങ്കിലും പ്ലേസസ് നിങ്ങൾക്ക് പറയാൻ പറ്റും? തീർച്ചയായിട്ടും കേരളത്തിലാണെങ്കിൽ ഇപ്പൊ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ ഉണ്ട്, പിന്നെ ശബരിമലയുണ്ട്, അങ്ങനെയുള്ള പ്ലേസുകൾ. വാട്ട് ഡു ദ സറൗണ്ടിങ്സ് ഓഫ് എ ഹോളി പ്ലേസ് ഇൻ യുവർ സിറ്റി ലുക്ക് ലൈക്ക്? അപ്പൊ നിങ്ങളുടെ സിറ്റിയിലുള്ള ഹോളി പ്ലേസസ്, വർക്ക്ഷിപ്പ് ചെയ്യുന്ന പ്ലേസസിന്റെ സറൗണ്ടിങ്സ് എന്തായിരിക്കും, എന്തൊക്കെ ഉണ്ടാവും? തിങ്ക് അബൌട്ട് ഇറ്റ് ആസ് യു റീഡ് വിക്രം സേത്ത്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് കാഠ്മണ്ഡു. അപ്പൊ ഈ കാഠ്മണ്ഡുവിനെ കുറിച്ച് ഉള്ള വിക്രം സേത്തിന്റെ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹോളി പ്ലേസസും അതിനു ചുറ്റുമുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. നമുക്ക് ലെസൺ തുടങ്ങാം. I get a cheap room in the center of town and sleep for hours. അപ്പൊ ഐ എന്ന് പറഞ്ഞ റൈറ്റർ വിക്രം സേത്ത് ആണ്. അപ്പൊ വിക്രം സേത്തിന് വളരെ ചീപ്പായിട്ടുള്ള വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു റൂം കിട്ടി. എവിടെ? സെന്റർ ഓഫ് ടൗൺ ആൻഡ് സ്ലീപ് ഫോർ അവേഴ്സ്. അദ്ദേഹം ഭയങ്കര ടയേർഡ് ആയിരുന്നു ട്രാവൽ ചെയ്ത്. അങ്ങനെ അദ്ദേഹം ഈ കാഠ്മണ്ഡുവിൽ എത്തിയേക്കാണ്. അപ്പൊ അദ്ദേഹം കുറെ മണിക്കൂറുകളോളം ഉറങ്ങി, കാരണം അയാൾ ഭയങ്കര ടയേർഡ് ആയിരുന്നു. ദ നെക്സ്റ്റ് മോർണിംഗ് വിത്ത് മിസ്റ്റർ ഷാ സൺ ആൻഡ് നെഫ്യൂ. മോർണിംഗില് മിസ്റ്റർ ഷാ ഫ്രണ്ട് ആയിരിക്കും, ആ ഫ്രണ്ടിന്റെ മകനും അനന്തരവനും കൂടി എവിടെ പോയി? I visit the two temples in Kathmandu that are more sacred to Hindus and Buddhists. അപ്പൊ ഇവര് മൂന്നുപേരും കൂടി ആ കാഠ്മണ്ഡുവിലുള്ള 2 ടെമ്പിൾസ് വിസിറ്റ് ചെയ്യാൻ പോയി. അത് മോസ്റ്റ് സീക്രട്ട് ആണ്. സീക്രട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഹോളി പ്ലേസസ് ആണ്. ആരുടെ? ഹിന്ദുസിന്റെയും ബുദ്ധിസ്റ്റിന്റെയും ഒക്കെ ഭയങ്കര ഹോളി പ്ലേസസ് ആയ 2 സ്ഥലങ്ങളിൽ കാഠ്മണ്ഡുവിലുള്ളിടത്താണ് ഇവര് വിസിറ്റ് ചെയ്യാൻ അന്ന് മോർണിംഗിൽ പോകുന്നത്. ഇനി അവിടെയുള്ള എന്തൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്ഥലമാണ് അറ്റ് പശുപതിനാഥ്. പശുപതിനാഥ് ടെമ്പിളിലാണ് ആദ്യം നമ്മുടെ റൈറ്ററും ഫ്രണ്ട്സും കൂടി പോകുന്നത്. അപ്പൊ ഔട്ട്സൈഡ് വിച്ച് എ സൈൻ പ്രൊക്ലെയിംസ് എൻട്രൻസ് ഫോർ ദ ഹിന്ദുസ് ഓൺലി. അപ്പൊ ആ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ ഒരു സൈൻ ബോർഡ് ഉണ്ട്. അതിന്റെ എഴുതിയേക്കുന്നത് എന്താണ്? എൻട്രൻസ് ഫോർ ദ ഹിന്ദുസ് ഓൺലി. അതായത് ഹിന്ദുക്കൾക്ക് മാത്രമേ അതിന്റെ അകത്ത് പ്രവേശനമുള്ളൂ. പ്രൊക്ലെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് നോൺ പബ്ലിക്, ഒരു ബോർഡ് ഇങ്ങനെ ഫ്രണ്ടിൽ ഒഫീഷ്യലി വെക്കുന്നതിനാണ് പ്രൊക്ലെയിം എന്ന് പറയുന്നത്. ദർ ഇസ് എൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഫെബ്രൈൽ കൺഫ്യൂഷൻ. അപ്പൊ അതിന്റെ അവിടെ ആ ഗേറ്റിന്റെ അവിടെ ആ എൻട്രൻസിന്റെ അവിടെ ഭയങ്കര ഫെബ്രൈൽ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഹറീഡ് ആണ്. ആളുകളൊക്കെ തിക്കി തിരങ്ങി ഭയങ്കര കെയോസ്, കംപ്ലീറ്റ് കെയോസ് ആണ്. ഭയങ്കര ഒരു പ്രോബ്ലംസ് ആണ്. ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു അവിടെ. പ്രീസ്റ്റ്, ഹോക്കേഴ്സ്, ഡിവോട്ടീസ്, ടൂറിസ്റ്റ്, cows, monkeys, pigeons and dogs roam through the grounds. അപ്പൊ ആ പശുപതിനാഥ് ടെമ്പിളിന്റെ ഫ്രണ്ടിൽ പ്രീസ്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജാരിമാര്, ഹോക്കേഴ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിറ്റുകൊണ്ട് നടക്കുന്ന സെല്ലേഴ്സ്, ഡിവോട്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർക്ക്ഷിപ്പ് ചെയ്യാൻ വന്നേക്കുന്ന ആരാധകര്, ടൂറിസ്റ്റുകള്, കൗസ്, മങ്കീസ്, പിജിയൻസ്, ഡോഗ്സ്, ഇതൊക്കെ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ നടക്കുകയാണ്. വി ഓഫർ എ ഫ്യൂ ഫ്ലവേഴ്സ്. അപ്പൊ ഇവര് കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ച് കൊടുത്തു, അവിടെ ആ ടെമ്പിളിൽ കൊടുത്തു. There are so many worshippers that some people trying to get the priest's attention. അപ്പൊ കുറെ വർക്ക്ഷിപ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ആളുകൾ ഈ പ്രീസ്റ്റിന്റെ ഈ
അമ്പലത്തിന്റെ അകത്തുള്ള പൂജാരികളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവർ തിക്കി തള്ളി ഫ്രണ്ടിലോട്ട് പോവാണ്. മറ്റുള്ളവരെയൊക്കെ ആർ എൽബോ അസൈഡ്, ഇപ്പൊ എൽബോ ഉപയോഗിച്ചിട്ട് അവര് മറ്റുള്ളവരെ തിക്കി പുഷ് ചെയ്യാണ്. ബൈ അതേഴ്സ് പുഷിങ് ദെയർ വേ ടു ദ ഫ്രണ്ട്. അപ്പൊ മുമ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കി തിക്കി ഇവര് ഫ്രണ്ടിലോട്ട് പോവാണ്. എ പ്രിൻസസ് ഓഫ് ദ നേപ്പാളീസ് റോയൽ ഹൗസ് അപ്പിയേഴ്സ്. അപ്പോഴാണ് നേപ്പാളിന്റെ രാജകുടുംബത്തിൽ നിന്നുള്ള റോയൽ ഹൗസിൽ നിന്നുള്ള ഒരു പ്രിൻസസ് ആ വഴി ഇങ്ങനെ അമ്പലത്തിലേക്ക് വരുന്നത്. എവ്രി വൺ ബോസ് ആൻഡ് മേക്സ് വേ. അപ്പൊ ഈ തിക്കി തിരക്കണേന്റെ ഈ ഇടയ്ക്കായിട്ട് എല്ലാവരും വന്നപ്പോ എന്താ എല്ലാവരും ചെയ്യണേ? എല്ലാവരും തല കുമ്പിട്ട് ഈ പ്രിൻസസിന് പോകാൻ വേണ്ടിയിട്ട് വഴി ഒരുക്കുകയാണ്. അപ്പോഴും തിക്കും തള്ളലുമാണ് കാണുന്നത്. By the main gate, a party of saffron-clad Westerners struggled for permission to enter. അപ്പൊ മെയിൻ ഗേറ്റിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കുറച്ച് സാഫ്രൻ ക്ലാഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച കുറെ വെസ്റ്റേണേഴ്സ് അവര് ഈ അമ്പലത്തിലേക്ക് പശുപതിനാഥ് ടെമ്പിളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പെർമിഷൻ കിട്ടാൻ വേണ്ടി അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നാ പ്രശ്നം അവർക്ക്? The policeman is not convinced that they are the Hindus. അപ്പൊ ഈ കടത്തിവിടുന്ന പോലീസ്മാൻ അയാൾക്ക് തീരെ വിശ്വാസമില്ല, എന്താണ് ഇവര് ഹിന്ദുസ് ആന്ന് പറഞ്ഞിട്ട്. കാരണം only Hindus are allowed to enter the temple. അപ്പൊ ഈ വെസ്റ്റേണേഴ്സ് ഹിന്ദുസ് ആണെന്ന് പറഞ്ഞിട്ട് ഈ പോലീസ് പേഴ്സണ് തീരെ വിശ്വാസമില്ല. അത് കാരണം ഇവരെ കടത്തിവിടാതെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. A fight breaks out between two monkeys. അപ്പൊ നോക്കുമ്പോഴാണ് രണ്ട് മങ്കീസ് തമ്മിൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. One chases the other. ഒരെണ്ണം മറ്റേ പുറകെ ചേസ് ചെയ്ത് ഓടുകയാണ്. Who jumps onto a ശിവലിംഗ. ഈ മങ്കി പറഞ്ഞ ശിവലിംഗത്തിലേക്ക് ഒറ്റ ചാട്ടം. Then runs screaming around the temples. അതുകൂടാണ്ട് ഈ കരഞ്ഞുകൊണ്ട് ആ ടെമ്പിളിന് ചുറ്റും ഓടുകയാണ് ഈ മങ്കി. And down to the river. അത് കഴിഞ്ഞിട്ട് റിവറിലേക്ക് താഴെയുള്ള റിവറിലേക്ക് പോവാണ്. ഏത് റിവറാണ്? ദ ഹോളി ഭാഗ്മതി. അപ്പൊ ആ റിവറിന്റെ പേരാണ്, അതായത് പശുപതിനാഥ് ടെമ്പിളിന്റെ താഴേക്കട ഒഴുകുന്ന നദിയുടെ പേരാണ് the Bhagmati river that flows below. A corpse is being cremated on its bank. അപ്പോഴാണ് ഒരു ഡെഡ് ബോഡി, കോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി ആ ഭാഗ്മതി റിവറിന്റെ സൈഡില് ദഹിപ്പിക്കുന്നുണ്ട്. വാഷർ വുമൺ ആർ അറ്റ് ദെയർ വർക്ക്. അതുമാത്രമല്ല ഈ തുണി അലക്കുന്ന സ്ത്രീകൾ അവിടെ ഇരുന്ന് തുണി അലക്കുന്നുണ്ട്. ആൻഡ് ചിൽഡ്രൻ ബേത്ത്, കുട്ടികള് കുളിക്കുന്നുണ്ട്. ഫ്രം എ ബാൽക്കണി എ ബാസ്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ഓൾഡ് ഓഫറിങ്സ് നൗ വിൽറ്റഡ്. അപ്പോഴാണ് ഒരു വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ഒരു ബാസ്കറ്റ് ഫുൾ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ കൂടി. ഓൾഡ് ഓഫറിങ്സ് എന്ന് വെച്ചാൽ പഴയ ഈ ദേവിക്കൊക്കെ ചാർത്തിയ പൂക്കളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഓൾഡ് ഓഫറിങ്സ്, പഴയത് ഉണങ്ങിയത്. നൗ വിൽറ്റഡ്, അതൊക്കെ ഇപ്പൊ എന്താണ്? വിൽറ്റഡ് ആയി, ഡ്രൈ ഓർ നോട്ട് ഫ്രഷ്, അതായത് അത് വാടിക്കരിഞ്ഞു പോയി. വിൽറ്റഡ് എന്ന് വെച്ചാൽ വാടിക്കരിഞ്ഞു പോയി ഈ പൂവും ലീവ്സ് ഒക്കെ. ഈസ് ഡ്രോപ്ഡ് ഇൻ ടു ദ റിവർ. അത് മുഴുവൻ ആ ബാസ്കറ്റ് മുഴുവൻ കൂടി ആ റിവറിലേക്ക് ഇട്ടു, ആ ഉണങ്ങിയ വാടിക്കരിഞ്ഞ പൂക്കളും ഇലകളെല്ലാം. എ സ്മോൾ ഷ്രൈൻ ഹാഫ് പ്രൊട്രൂഡ്സ് ഫ്രം ദ സ്റ്റോൺ പ്ലാറ്റ്ഫോം ഓൺ ദ റിവർ ബാങ്ക്. അപ്പൊ റിവറിന്റെ ബാങ്കിലുള്ള ഒരു സ്റ്റോൺ പ്ലാറ്റ്ഫോമിൽ ഒരു ചെറിയ ഒരു പകുതിയോളം പൊങ്ങിയ ഒരു ചെറിയൊരു എന്താണ് ഒരു സ്തൂപം അല്ലെങ്കിൽ ഒരു രൂപം ഉണ്ടായിരുന്നു. When it emerges fully, the goddess inside will escape and the evil period of the Kali Yuga will end on earth. അപ്പൊ അത് പകുതിയോളം ഹാഫ് ആയിട്ടാണ് കാണാൻ പറ്റുന്നുള്ളൂ. അത് ഫുൾ ആയിട്ട് എമേർജ് ചെയ്യുമ്പം ഗോഡസ്, അതിന്റെ അകത്തുള്ള ഗോഡസ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് കലിയുഗം അവസാനിക്കും എന്നാണ് അവരുടെ ഒരു ബിലീഫ്. അവരങ്ങനെ ഒരു വിശ്വസിച്ച് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലവും അവിടെ ഭാഗ്മതി റിവറിന്റെ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി at the ബൗദ്ധ്നാഥ് സ്തൂപ. അപ്പൊ ഇത്രയാണ് എന്താണ് പശുപതിനാഥ് ടെമ്പിളിനെ കുറിച്ച് നമ്മുടെ റൈറ്റർ പറയുന്നത്. ഇനി അദ്ദേഹം കാഠ്മണ്ഡുവിലുള്ള നെക്സ്റ്റ് പ്ലേസിലേക്ക് പോയിക്കാണ്. ഏതാണ് ആ സ്ഥലം? ബൗദ്ധ്നാഥ് സ്തൂപ. അദ്ദേഹം പോയ സ്ഥലമാണ് ബൗദ്ധ്നാഥ് സ്തൂപ, ദ ബുദ്ധിസ്റ്റ് ഷ്രൈൻ ഓഫ് കാഠ്മണ്ഡു. അപ്പൊ ബൗദ്ധ്നാഥ് സ്തൂപ ബുദ്ധിസ്റ്റുകളുടെ ഒരു ഹോളി പ്ലേസ് ആണ് കാഠ്മണ്ഡുവിലുള്ള. There is in contrast a sense of stillness. അപ്പൊ ഇൻ കോൺട്രാസ്റ്റ് പശുപതിനാഥ് ടെമ്പിൾ, അവിടെ ശരിക്കും പറഞ്ഞ ഒരു സെൻസ് ഓഫ് സ്റ്റിൽനെസ്, ഒരു ക്വയറ്റ്നെസ് അദ്ദേഹത്തിന് ആദ്യമേ തന്നെ ഫീൽ ചെയ്തു. ഇറ്റ്സ് ഇമ്മൻസ് വൈറ്റ് ഡോം. ഇമ്മൻസ് വൈറ്റ് ഡോം ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു വെള്ള കളറിലുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡോം അതിന് മുകളിലുണ്ട്. ആ ടെമ്പിളിന്റെ മുകളിൽ ഇങ്ങനെ ഉണ്ട്. ഈസ് റിംഗ്ഡ് ബൈ ദ റോഡ്. അപ്പൊ അതിന് ചുറ്റും ഒരു റോഡും ഉണ്ട്. സ്മോൾ ഷോപ്പ് സ്റ്റാൻഡ് ഓൺ ഇറ്റ്സ് ഔട്ടർ എഡ്ജ്. അപ്പൊ ആ റോഡിന്റെ എഡ്ജിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്.
Many of these are owned by Tibetan immigrants. അപ്പൊ ഈ ഷോപ്സ് മിക്ക ഷോപ്പുകളുടെയും ഓണർ ആരാണ്? ടിബറ്റിൽ നിന്ന് വന്നേക്കുന്ന ഇമിഗ്രൻസ് ആണ്. ഇമിഗ്രൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, വേറൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്ത് വന്ന് താമസിക്കുന്നവരാണ് ഇമിഗ്രൻസ്. അപ്പൊ ഈ ഷോപ്സ് എല്ലാം തന്നെ ടിബറ്റൻകാരുടെയാണ്. ഫെൽറ്റ് ബാഗ്സ്, ടിബറ്റൻ പ്രിന്റ്സ് ആൻഡ് സിൽവർ ജ്വല്ലറി ക്യാൻ ബി ബോട്ട് ഹിയർ. അപ്പൊ അവരുടെ ടിബറ്റുകാര് അവരുടെ ബാഗ്സ് ഉണ്ട്, പ്രിന്റുകൾ ഉണ്ട്, ജ്വല്ലറീസ് ഉണ്ട്, അതൊക്കെ അവരവിടെ വിൽക്കുന്നുണ്ട്. നമുക്ക് അത് മേടിക്കാൻ പറ്റും. There are no crowds. പക്ഷെ അവിടെ ഒന്നും വലിയ തിക്കും തിരക്കും ഒന്നുമില്ല. This is a haven of quietness in the busy streets around. പക്ഷെ ആ സ്ട്രീറ്റ് ഭയങ്കര ബിസിയാണ്, ചുറ്റുമുള്ള സ്ട്രീറ്റ്. പക്ഷെ ആ പ്ലേസ്, ആ സ്തൂപ ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഹാവൻ എന്ന് വെച്ചാൽ സേഫ് പ്ലേസ്. അപ്പൊ ഒരു സേഫ് പ്ലേസ് ആണ്, ആ സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു സേഫ് പ്ലേസ് ആണ് എന്ത്? ബൗദ്ധ്നാഥ് സ്തൂപ. കാഠ്മണ്ഡു is vivid, mercenary, religious, with small shrines to flower adorned deities along the narrowest and busiest streets. അപ്പൊ ബൗദ്ധ്നാഥ് സ്തൂപ ഈ രണ്ട് പ്ലേസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹം കാഠ്മണ്ഡുവിനെ കുറിച്ച് പറയാണ്. കാഠ്മണ്ഡു എന്ന് പറയുന്ന സ്ഥലം അത് ഭയങ്കര വിവിഡ് ആണ്. വിവിഡ് എന്ന് വെച്ചാൽ വ്യത്യസ്തമായ കൾച്ചറുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അത് മാത്രമല്ല മെർസിനറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മണി ഓറിയന്റഡ് ആണ്. കാഠ്മണ്ഡു കുറെ വിൽപ്പനകളും കാര്യങ്ങളൊക്കെ ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ട്. റിലീജിയസ് ആണ്, ഭയങ്കര ഭക്തി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വിത്ത് സ്മോൾ ഷ്രൈൻസ് ടു ഫ്ലവർ അഡോൺ ഡൈറ്റീസ് അലോങ് ദ നാരോവസ്റ്റ് ആൻഡ് ബിസിയസ്റ്റ് സ്ട്രീറ്റ്സ്. അത് മാത്രമല്ല ഈ ചെറിയ നാരോ ആയിട്ടുള്ള, ചെറിയ വീതിയൊക്കെ കുറഞ്ഞ ഭയങ്കര ബിസി ആയിട്ടുള്ള സ്ട്രീറ്റുകളുടെ സൈഡിൽ കൂടെ ഒക്കെ എന്ത് കാണാം? ചെറിയ ചെറിയ ഈ വിഗ്രഹങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ ഫ്ലവർ അഡോൺ ഡൈറ്റീസ് ഉണ്ട്. അതായത് ഈ മാലയൊക്കെ ചാർത്തി ഡെക്കറേറ്റ് ചെയ്ത് ഇരിക്കുന്ന ഗോഡുകളും ഗോഡസിനെയും ഒക്കെ ഈ സ്ട്രീറ്റിന്റെ സൈഡിൽ കൂടെ, ബിസി സ്ട്രീറ്റിന്റെ സൈഡിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ ആളുകൾ വിസിറ്റ് ചെയ്ത് ഇതൊക്കെ കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ അവിടെ ട്രാവലേഴ്സ് വരുന്നുണ്ട്. വിത്ത് ഫ്രൂട്ട് സെല്ലേഴ്സ്, ഫ്ലൂട്ട് സെല്ലേഴ്സ്, ഹോക്കേഴ്സ് ഓഫ് പോസ്റ്റ് കാർഡ്സ്, ഷോപ്പ് സെല്ലിംഗ് വെസ്റ്റേൺ കോസ്മെറ്റിക്സ്, ഫിലിം റോൾസ് ആൻഡ് ചോക്ലേറ്റ് ഓർ കോപ്പർ യൂട്ടൻസിൽസ് ആൻഡ് നേപ്പാളീസ് ആന്റിക്സ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒത്തിരി ഗോഡസിന്റെ ഒക്കെ സ്റ്റാച്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ കുറെ വിസിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറെ ഷോപ്സ് ഉണ്ട് അവിടെ. എന്തൊക്കെ സെല്ലേഴ്സ് ഉണ്ട്? ഫ്രൂട്ട് സെല് ചെയ്യുന്നവരുണ്ട്, ഫ്ലൂട്ട് സെല് ചെയ്യുന്നവരുണ്ട്, പോസ്റ്റ് കാർഡ് സെല് ചെയ്യുന്നവരുണ്ട്, വെസ്റ്റേൺ കോസ്മെറ്റിക്സ് ഒക്കെ, കാരണം വെസ്റ്റേൺസ് പീപ്പിൾ ഒക്കെ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഈ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഫിലിം റോൾസ് ഒക്കെ തീർന്നു പോയാൽ അത് മേടിക്കാൻ ഫിലിം റോൾസ് ഉണ്ട്, ചോക്ലേറ്റ് ഷോപ്സ് ഉണ്ട്, കോപ്പർ യൂട്ടൻസിൽസ് വിൽക്കുന്ന ഷോപ്സ് ഉണ്ട്, നേപ്പാളീസ് ആന്റീക്സ്, നേപ്പാളീസിന്റെ ഏൻഷ്യന്റ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ഷോപ്പുകൾ അവിടെയുണ്ട്. ഫിലിം സോങ്സ് ബ്ലെയർ ഔട്ട് ഫ്രം ദ റേഡിയോസ്. അപ്പോഴാണ് ഈ റേഡിയോസ്, കുറെ ആളുകൾ റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ലൗഡ്, നല്ല ഒച്ചത്തില് ബ്ലെയർ ഔട്ട് എന്ന് വെച്ചാൽ ലൗഡ് സൗണ്ട്. അപ്പൊ നല്ല ഒച്ചത്തിൽ റേഡിയോസ് വെച്ചിട്ടുണ്ട് ആ സ്ട്രീറ്റിന്റെ സൈഡിൽ കുറെ ആളുകള്. കാർ ഹോൺസ് സൗണ്ട്, അപ്പൊ കാറിന്റെ ഹോൺ അടിക്കുന്ന സൗണ്ട് ഉണ്ട്. ബൈസൈക്കിൾ ബെല്ല് റിങ് ചെയ്യുന്നുണ്ട്. സ്ട്രേ കൗസ് ലോ ക്വസ്റ്റനിങ്ലി അറ്റ് മോട്ടോർ സൈക്കിൾ. അപ്പൊ വണ്ടികളൊക്കെ പോകുമ്പോൾ ഈ സ്ട്രേയില് ആ സൈഡിൽ കൂടെ നടക്കുന്ന കൗസ് ഒന്നും അവരൊന്നും മൂവ് ചെയ്യത്തൊന്നുമില്ല, വെറുതെ ക്വസ്റ്റനിങ്ലി എന്ന് വെച്ചാൽ എന്തിനു മാറണം എന്നുള്ള രീതിയിൽ അവർ നടക്കുകയാണ്. വെൻഡേഴ്സ് ഷൗട്ട് ഔട്ട് ദെയർ വെയേഴ്സ്. വെൻഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോക്കേഴ്സ് തന്നെയാണ്. ഹോക്കേഴ്സ് അവരുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് വിൽക്കുന്നുണ്ട്. നൗ ഐ ഇൻഡൽജ് എന്ന് വെച്ചാൽ ടു എന്റർടൈൻ. അപ്പൊ അദ്ദേഹം ഈ എന്താണ് കാഠ്മണ്ഡു ടൗണിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ ഐ ഇൻഡൽജ് മൈസെൽഫ് മൈൻഡ്ലെസ്ലി. അപ്പൊ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഹി ബൈ എ ബാർ ഓഫ് മാസിപാൻ. മാസിപാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു സൈസ് സ്വീറ്റ് ആണ്. സ്വീറ്റ് മെയ്ഡ് വിത്ത് ഗ്രേറ്റഡ് ആൽമണ്ട്. അപ്പൊ ഗ്രേറ്റഡ് ആൽമണ്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്വീറ്റ് ആണ് മാസിപാൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരു ബാർ മേടിച്ചു. A corn on the cob roasted in a charcoal brazier on the pavement. അപ്പൊ ആ റോഡിന്റെ പേയ്മെന്റ് ആ സൈഡില് എന്താ ചെയ്യായിരുന്നു? അവർ കോൺ, നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോ മൂന്നാർ ഊട്ടിയൊക്കെ പോകുമ്പോൾ കാണാം, കോണൊക്കെ നമുക്ക് റോസ്റ്റ് ചെയ്ത് തരും. അത് എന്തിന്റെ അകത്താണ്? ചാർക്കോൾ ബ്ലേസിയർ. അതൊരു ഓപ്പൺ സ്റ്റവില് ഇവർ ഈ കോൺ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ അകത്ത് എന്തൊക്കെ ഇടുന്നുണ്ട്? റബ്ഡ് വിത്ത് സോൾട്ട്, ചില്ലി പൗഡർ ആൻഡ് ലെമണും ചില്ലി പൗഡർ സോൾട്ട് ഒക്കെ ഇട്ട് റബ്ബ് ചെയ്ത കോൺ ഇങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നല്ല സ്മെല്ലാണ് അതിന്.
എ കപ്പിൾ ഓഫ്, അപ്പൊ നമ്മുടെ റൈറ്റർ അത് മേടിച്ചു, മാസിപാം മേടിച്ചു, പിന്നെ ഈ കോൺ മേടിച്ചു. എ കപ്പിൾ ഓഫ് ലവ് സ്റ്റോറി കോമിക്സ്, അവിടെ കണ്ട ഒരു ഇതിൽ നിന്ന് അദ്ദേഹം ഒരു റൈറ്റർ ആണല്ലോ, തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കോമിക് ബുക്ക് മേടിച്ചു. ആൻഡ് ഈവൻ എ റീഡേഴ്സ് ഡൈജസ്റ്റ്, റീഡേഴ്സ് ഡൈജസ്റ്റും ആ കാഠ്മണ്ഡു സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചു. All this I washed down with Coca-Cola. അപ്പൊ I washed down എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ to drink something after a meal. ഇതൊക്കെ കഴിച്ചതിന് ശേഷം അദ്ദേഹം ഒരു കൊക്കോകോള മേടിച്ചു, കുടിച്ചു. And a nauseating orange drink. Nauseating എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ making someone feel sick. അതായത് അത്ര നല്ലതല്ല, ഒരു ഇച്ചിരി ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ തോന്നുന്ന പോലത്തെ ഒരു കട്ടയായിട്ടുള്ള ഓറഞ്ച് ഡ്രിങ്ക് മേടിച്ചു കുടിച്ചു. ആൻഡ് ഫീൽ മച്ച് ദ ബെറ്റർ ഫോർ ഇറ്റ്. അതിനിപ്പോ ഒരു ചെറിയൊരു ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നി. I consider what route I should take back home. അപ്പൊ അതൊക്കെ കഴിഞ്ഞു, അദ്ദേഹം അവിടെ കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത കൺസിഡറേഷൻ എന്താണ്, ഇനി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഏത് റൂട്ട് ഞാൻ പോകും എന്നൊരു കൺഫ്യൂഷൻ ആണ്. If I were propelled by enthusiasm, അപ്പൊ എനിക്ക് propelled എന്ന് വെച്ചാൽ ഗൈഡഡ്, എനിക്ക് കുറെ by enthusiasm means interest, എനിക്ക് അപ്പൊ ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ for travel per sea എന്ന് വെച്ചാൽ തന്നെ, per sea എന്ന് വെച്ചാൽ by itself, ഞാൻ തന്നെ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഏത് വഴി സെലക്ട് ചെയ്യാം? I would go by bus and train to Patna. അപ്പൊ എനിക്ക് ബസ്സോ അല്ലെങ്കിൽ ട്രെയിനോ പിടിച്ച് നേരെ പാറ്റ്നയിലേക്ക് പോകാം. Then sail up the Ganges. അതിനുശേഷം ഗാഞ്ചസിലൂടെ സെയിൽ ചെയ്ത് pass ബനാറസ്, ബനാറസ് വഴി അലഹബാദിലെത്താം, to അലഹബാദ്. Then up the Yamuna, അതിനുശേഷം അലഹബാദിൽ നിന്ന് യമുന വഴി past ആഗ്ര to ഡൽഹി, ആഗ്ര വഴി ഡൽഹിയിലെത്താം. അപ്പൊ അദ്ദേഹത്തിന് ഡൽഹിയിലായിട്ടാണ് പോകേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ പോകണമെങ്കിൽ പല വഴി കറങ്ങി ആ പ്ലേസുകളൊക്കെ എൻജോയ് ചെയ്ത് ഡൽഹിയിലെത്താം. ബട്ട് ഐ എം ടു എക്സോസ്റ്റഡ് ആൻഡ് ഹോം സിക്ക്. പക്ഷെ ഞാൻ ഭയങ്കര ടയേർഡ് ആണ്. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ടയേർഡ് ആണ്. അത് മാത്രമല്ല വീട്ടിൽ ഹോം സിക്ക് എന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. Today is the last day of August. ഇന്ന് ഓഗസ്റ്റിന്റെ ലാസ്റ്റ് ഡേ ആണ്. Go home, I tell myself. എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് പോവാൻ. Move directly towards home. ഇതിക്കടെയൊക്കെ കറങ്ങാതെ നേരെ വീട്ടിലേക്ക് പൊക്കോളാൻ എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു എന്നാണ് വിക്രം സേത്ത് പറയുന്നത്. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? I enter a Nepal Airlines office. അങ്ങനെ അദ്ദേഹം നേപ്പാളിന്റെ ഒരു എയർലൈൻസ് ഓഫീസിൽ പോയി and buy a ticket for tomorrow's flight. അപ്പൊ നേരെ ഡൽഹിയിലേക്ക് പോകാനുള്ള ഒരു ഫ്ലൈറ്റ് എത്തി. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഹോം വീട്ടിലെത്താം, അല്ലെങ്കിൽ കറങ്ങി കുറെ ദിവസം എടുക്കും. Now, I took at a flute seller standing in a corner of the square near the hotel. അപ്പൊ അങ്ങനെ ടിക്കറ്റ് ഒക്കെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഫ്ലൂട്ട് സെല്ലർ നിൽക്കുന്നത് കണ്ടത്. ആ ഹോട്ടലിന്റെ ഒരു കോർണർ, സ്ക്വയറിന്റെ കോർണറിൽ ഒരു ഫ്ലൂട്ട് സെല്ലർ നിൽക്കുകയാണ്. In his hand is a pole with an attachment at the top from which 50 or 60 bansuris protrude in all directions. അങ്ങനെ ആ ഫ്ലൂട്ട് സെല്ലറിന്റെ കയ്യില് ഒരു പോൾ ഉണ്ട്. പോൾ എന്ന് വെച്ചിട്ട് ഇച്ചിരി വണ്ണമുള്ള ഒരു വടിയുണ്ട്. ആ വടിയിൽ കുറെ അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. അറ്റാച്ച്മെന്റ് ടോപ്പില് എന്താണ്, അതായത് ആ വടിയുടെ ചുറ്റും ഇങ്ങനെ 50 or 60 ബാൻസുരീസ്. ബാൻസുരീസ് എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ട്, ഒരു 10-60 ഫ്ലൂട്ട് ഇങ്ങനെ കുത്തി വെച്ചേക്കാണ്. പ്രൊട്രൂഡ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയാണ് എല്ലാ ഡയറക്ഷനിലായിട്ട്. നമുക്ക് അമ്പലത്തിലെ ഉത്സവങ്ങൾക്കും പള്ളിയിലൊക്കെ പെരുന്നാളിലൊക്കെ കാണാം ഫ്ലൂട്ട് സെല്ലേഴ്സ് ഒരു കോലയിൽ ഇങ്ങനെ കുത്തി എല്ലാ വശത്തോട്ടും കുത്തി വെച്ചേക്കണ കാണാൻ പറ്റൂല്ലേ? നമുക്കും അത് നമ്മുടെ സ്ഥലങ്ങളിലും ഉണ്ട്. അത് ലൈക്ക് ദ ക്വിൽസ് ഓഫ് പോർക്യുപൈൻ. അതായത് പോർക്യുപൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളംപന്നി പോലെയുള്ള ഒരു ആനിമൽ ആണ്. അപ്പൊ മുള്ളംപന്നിക്ക് ഇങ്ങനെ ക്വിൽസ് ഉണ്ടല്ലോ. ക്വിൽസ് എന്ന് വെച്ചാൽ മുള്ളുകൾ ഇങ്ങനെ കുത്തി ഇരിക്കുന്നത് പോലെ ആണ്. അയാൾ ഇത് കമ്പയർ ചെയ്യാണ് ഈ എന്താണ് പോൾ വിത്ത് ഫ്ലൂട്ട്സ്. They are of bamboo. അതൊക്കെ ബാംബു ഫ്ലൂട്ട്സ് ആയിരുന്നു. There are cross flutes and recorders. അപ്പൊ ക്രോസ് ഫ്ലൂട്ട്സ് ഉണ്ടായിരുന്നു, റെക്കോർഡേഴ്സ് ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ഫ്ലൂട്ട്സ് ഉണ്ടായിരുന്നു. From time to time he stands the pole on the ground. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ ഇദ്ദേഹം ഈ വടി നിലത്ത് ഗ്രൗണ്ടിൽ വെക്കും, പോള് ഗ്രൗണ്ടിൽ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? സെലക്ട്സ് എ ഫ്ലൂട്ട്, അതിൽ നിന്നൊരു ഫ്ലൂട്ട് എടുക്കും ആൻഡ് പ്ലേസ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് നേരത്തേട്ട് അയാൾ എന്ത് ചെയ്യും? ആ ഫ്ലൂട്ട് പ്ലേ ചെയ്യും. The sound rises clearly above the noise of the traffic and the hawkers' cries. അപ്പൊ അദ്ദേഹത്തിന് ഈ ഫ്ലൂട്ട് പ്ലേ ചെയ്യുമ്പോൾ ആ നോയ്സ് ആ ട്രാഫിക്കിന്റെയും ഹോക്കേഴ്സിന്റെ ഒക്കെ സൗണ്ടിൽ നിന്നൊക്കെ മേളിലേക്ക് പോകും. നല്ല സൗണ്ട് ഉണ്ട് ഈ ഫ്ലൂട്ടിന്. ഹി പ്ലേ സ്ലോലി മെഡിറ്റേറ്റീവ്ലി. അത് മാത്രമല്ല അദ്ദേഹം വളരെ പയ്യാണ് വായിക്കുന്നത്.
ഭയങ്കര മെഡിറ്റേറ്റീവ്ലി എന്ന് വെച്ചാൽ തോട്ട്ഫുള്ളി, അല്ലാണ്ട് ഭയങ്കര ധൃതി പിടിച്ചിട്ടൊന്നല്ല വായിക്കുന്നത്. വിത്തൗട്ട് എക്സസീവ് ഡിസ്പ്ലേ. അന്ന് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഷോ ഓഫ് ഒന്നുമില്ല, ടൂ മച്ച് ഷോ ഓഫ് ഒന്നുമില്ല, വളരെ ശാന്തനായിട്ടാണ് ആ ഫ്ലൂട്ട് സെല്ലർ ആ ഫ്ലൂട്ട് വായിക്കുന്നത്. ഹി ഡസ് നോട്ട് ഷൗട്ട് ഔട്ട് ഹിസ് വേഴ്സ്. അദ്ദേഹം പക്ഷെ ഷൗട്ട് ഒന്നും ചെയ്യുന്നില്ല, അതാ ഇവിടെ ഫ്ലൂട്ട് ഉണ്ട്, വാങ്ങിക്കൂ വാങ്ങിക്കൂ എന്നൊന്നും പറഞ്ഞ് അവിടെ അദ്ദേഹത്തിന്റെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഒക്കേഷണലി ഹി മേക്സ് എ സെയിൽ. ഇടയ്ക്ക് ഒക്കേഷണലി വൺസ് ഇൻ എ വൈൽ അദ്ദേഹത്തിന് ഒരു സെയിൽ കിട്ടുന്നുണ്ട്, ആളുകൾ വന്ന് മേടിക്കുന്നുണ്ട്. ബട്ട് ഇൻ എ ക്യൂരിയസ്ലി ഓഫ് ഹാൻഡഡ് വേ. ഓഫ് ഹാൻഡഡ് എന്ന് വെച്ചാൽ കാഷ്വൽ മാനർ. ഇപ്പൊ വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു സന്തോഷം അങ്ങനെയൊന്നുമില്ല, ഭയങ്കര കാഷ്വൽ മാനറിലാണ് അദ്ദേഹം അത് വിൽക്കുന്നത്. ഇഫ് ദിസ് വെയർ ഇൻസിഡന്റൽ ടു ദിസ് എന്റർപ്രൈസ്, sometimes he breaks off playing to talk to the fruit sellers. അപ്പൊ ചില സമയത്ത് അദ്ദേഹം ഈ അവിടെ അടുത്തുള്ള ഫ്രൂട്ട് സെല്ലേഴ്സിനോടൊക്കെ വർത്താനവും പറയുന്നുണ്ട്, ടോക്ക് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പ്ലേ ചെയ്യുന്നത് നിർത്തിയിട്ട്. I imagine that this has been the pattern of his life for years. അപ്പൊ റൈറ്റർ പറയാണ്, ഞാൻ ഇമാജിൻ ചെയ്യാണ് ഇവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും, കാരണം വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയല്ലേ, അപ്പൊ ഒരു ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ ഇതായിരിക്കും അവരുടെ പാറ്റേൺ ഓഫ് ഹിസ് ലൈഫ് ഫോർ ഇയേഴ്സ്. ഇപ്പൊ നമ്മൾ ഒരു ദിവസം കാണുന്നു, ശരിയാണ്, പക്ഷെ എല്ലാ ദിവസവും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും മീറ്റ് ചെയ്യുന്ന സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യല്ലേ. I find it difficult to tear myself away from the square. അപ്പൊ അത് കഴിഞ്ഞപ്പോ വിക്രം സെത്ത് പറയുന്നത്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അവിടെ നിന്ന് tear myself away from എന്ന് വെച്ചാൽ get away from, അവിടെ നിന്ന് പോവാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. ഫ്ലൂട്ട് മ്യൂസിക് ഓൾവേസ് ഡസ് ദിസ് ടു മീ. ഫ്ലൂട്ട് മ്യൂസിക് എപ്പോഴും എന്നോട് ഇങ്ങനെയാണ് കാണിക്കുന്നത്, കാരണം ഫ്ലൂട്ട് മ്യൂസിക് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ട് ആണ്. ഇറ്റ് ഈസ് അറ്റ് വൺസ് ദ മോസ്റ്റ് യൂണിവേഴ്സൽ ആൻഡ് മോസ്റ്റ് പർട്ടിക്കുലർ ഓഫ് സൗണ്ട്. അദ്ദേഹം പറയുന്ന ഫ്ലൂട്ട് മ്യൂസിക് ഒരു യൂണിവേഴ്സൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗണ്ട് ആണ്. There is no culture that does not have its flute. എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ കൾച്ചറുകൾക്കും അവരുടെ രീതിയിലുള്ള ഫ്ലൂട്ട് ഉണ്ട്. The reed, the recorder, the Japanese shakuhachi, the deep bansuri of Hindustani classical music, the clear or breathy flutes of South America. അപ്പൊ ഇതെല്ലാം ഓരോരോ രാജ്യങ്ങളുടെ ഫ്ലൂട്ട്സ് ആണ്, അവരുടെ ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഫ്ലൂട്ട് ഇൻസ്ട്രുമെന്റ് ആണ്. ദ ഹൈ പിച്ച് ചൈനീസ് ഫ്ലൂട്ട്, ഇതെല്ലാം ഓരോ രാജ്യത്തിനും ഓരോ ടൈപ്പിലുള്ള ഫ്ലൂട്ട്സ് ഉണ്ട്. ഈച്ച് ഹാസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്, സ്പെസിഫിക് ഫിംഗറിംഗ് ആൻഡ് കോമ്പസ്. അപ്പൊ പറയണ ഓരോന്നിനും ഓരോ ഫ്ലൂട്ടിനും അതിന് സ്പെസിഫിക് ഫിംഗറിംഗ് ഉണ്ട്, അതായത് കൈ വിരലുകൾ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലൂട്ട് വായിക്കുന്നത്. അവർക്ക് പ്രത്യേക രീതിയിലുള്ള മ്യൂസിക്കുകളുണ്ട്. കോമ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഞ്ച് ഉണ്ട്, ഡിഫറെന്റ് റേഞ്ചിലുള്ള മ്യൂസിക് ഉണ്ട്. അപ്പൊ എല്ലാം അത് മാത്രം, ആ റേഞ്ചും നോട്ട്സ് ഒക്കെ ഡിഫറെന്റ് ആണ്, പക്ഷെ സംഭവം എന്തായാലും ഇതൊരു യൂണിവേഴ്സൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, ഏത് ഫ്ലൂട്ട് എന്ന് നമ്മുടെ റൈറ്റർ നമ്മളോട് പറഞ്ഞു തരാണ്. It gives its own associations. അപ്പൊ അവരുടെ രീതിയിലുള്ള എന്താണ് മ്യൂസിക് അവർ കമ്പോസ് ചെയ്യുന്നു. Yet to hear any flutist, it seems to me to be drawn into the commonality of all mankind. അപ്പൊ ഓരോ ഫ്ലൂട്ടും അദ്ദേഹത്തിന് എന്താ പറയാ, എല്ലാം ഒരു കോമണാലിറ്റി, ഒരു കോമൺ ആയിട്ട് മാൻകൈൻഡിന് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫ്ലൂട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. To be moved by music closest in its phrases and sentences to the human voice. അപ്പൊ ആ മ്യൂസിക്കിന്റെ ഒരു ഇമ്പാക്ട് വെച്ചിട്ട് അവര് ആ മ്യൂസിക്കിലെ ഫ്രേസസും സെന്റൻസസും ഹ്യൂമൻ പീപ്പിള് ക്രിയേറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് മോട്ടീവ് ഫോഴ്സ് ടു ഈസ് ലിവിങ് ബ്രെത്ത്. പക്ഷെ ആ ഫ്ലൂട്ടിന്റെ ഒരു മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസമാണ്, അല്ലെ, നമ്മുടെ ജീവശ്വാസമാണ്. നമ്മൾ ശ്വാസം വെച്ചിട്ടാണ് ആ ഫ്ലൂട്ട് പ്ലേ ചെയ്യുന്നത്. It too needs to pause and breathe before it can go on. അപ്പൊ നമ്മൾ ഫ്ലൂട്ട് പ്ലേ ചെയ്യുമ്പോൾ നമ്മളും പോസ് ചെയ്യും, ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ടാവും, പിന്നെ ശ്വാസം എടുക്കും, അങ്ങനെയാണ് ആ ഫ്ലൂട്ട് പ്ലേ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും ഒരു ബ്രെത്ത് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. That I can be so affected by a few familiar phrases on the bansuri. അപ്പൊ അവിടെ പ്ലേ ചെയ്യുന്ന സോങ്ങിന്റെ സൗണ്ട് വെച്ചിട്ട്, അതിന്റെ ആ മ്യൂസിക് വെച്ചിട്ട് അദ്ദേഹത്തിന് ഏതൊക്കെയോ ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ടുകളും ഫ്രേസസ് ഒക്കെ, ലൈൻസ് ഒക്കെ അദ്ദേഹം ഓർമ്മയിൽ വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസസ് മീ അറ്റ് ഫസ്റ്റ്. For on the previous occasions that I have returned home after a long absence abroad. അദ്ദേഹം കുറെ നാളുകൾക്ക് മുമ്പ് അബ്രോഡ് പോയതാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചിന്ത എല്ലാ ലൈൻസ് ഒക്കെ പാട്ടുകൾ ഈ ഫിലിം സോങ്സിന്റെ ഒക്കെ ഒരു മ്യൂസിക്കിൽ ഇവർ ഫ്ലൂട്ട് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമല്ലോ ആ ലൈൻസ് ഒക്കെ. അപ്പൊ ഇദ്ദേഹത്തിന് അതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഒത്ര നാൾ മുമ്പ് ഞാൻ അബ്രോഡ് പോയതാണ്, എന്നിട്ടും ഈ ഫ്ലൂട്ട് പ്ലേ ചെയ്തപ്പോൾ എനിക്ക് ഫ്രേസസും സെന്റൻസസ് ഒക്കെ ആ ലൈൻസ് ഒക്കെ ഓർമ്മ വരുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം ഓർക്കാണ്. ഐ ഹാവ് ഹാർഡ്ലി നോട്ടീസ് സച്ച് ഡീറ്റെയിൽസ്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ആ പർട്ടിക്കുലർ പ്ലേസിൽ ഈ ഫ്ലൂട്ട് സെല്ലർ പ്ലേ ചെയ്യണ കേട്ടപ്പോഴാണ് ആ മ്യൂസിക് ഏത് സോങ്ങിലെയാണ്, ഏതാണ് ലൈൻസ് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നത്, ഡീറ്റെയിൽസ്. ആൻഡ് certainly have not invested them with the significance I now do. ഒരിക്കലും ഞാൻ ഇപ്പൊ കൊടുക്കുന്ന ഒരു സിഗ്നിഫിക്കൻസോ ഒരു ഇമ്പോർട്ടൻസോ ഒരിക്കലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പണ്ട് ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ ഫ്ലൂട്ട് വായിക്കുന്ന കാണുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആ പർട്ടിക്കുലർ ടൈമില് അദ്ദേഹം ആ ഫ്ലൂട്ട് സെല്ലറിന്റെ മ്യൂസിക്കിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആവുകയാണ്. അദ്ദേഹം അലിഞ്ഞുപോയി. ആ ഒരു മൊമെന്റ് അദ്ദേഹത്തിന് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് തോന്നി. അപ്പൊ അതാണ് ഈ ലെസൺ കാഠ്മണ്ഡു. ഇതിന്റെ ബാലൻസ് ഉണ്ട്. അപ്പൊ ഹെവൻ ലേക്ക് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നെറ്റിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ ഈ കാഠ്മണ്ഡുവിന്റെ ബാലൻസ് ആയിട്ട് ഒത്തിരി ഡിസ്ക്രിപ്ഷൻസ് ആ ബുക്കിലേക്ക് എടുക്കുന്നുണ്ട്. വിക്രം സേത്തിന്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പൊ എല്ലാവരും പറ്റുവാണെങ്കിൽ ആ ബുക്ക് വായിക്കണം. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത മറ്റുള്ളവർക്ക് കൊടുക്കുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ ഇംഗ്ലീഷ് ടാർഗറ്റ്സ്. Thank you very much, children.